Hello, welcome to market discussion of the day. Today, November 12th, 2025, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. സോ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ക്ലാസ് നടക്കുന്നത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോകണം. ഒരേ റിക്വസ്റ്റ് എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ ആ ഒരു ദിവസങ്ങളിലൊക്കെ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് നമുക്ക് ഫുള്ളി ടെക്നിക്കൽ ആയിട്ടുള്ളൊരു ദിവസമാണ് എന്നുള്ളൊരു കാര്യം അല്ലേ. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടാണ് ടെക്നിക്കൽ കേട്ടോ. പൊളിറ്റിക്കൽ സൈഡിൽ നിന്നൊക്കെ ന്യൂസുകൾ എപ്പോൾ വേണമെങ്കിലും വരാം. സോ അതുകൊണ്ടിട്ട് തന്നെ ഒരു കാരണവശാലും റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ട്രേഡുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. സോ ഇന്നലെ നമ്മൾ രാത്രിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ രാത്രിയിൽ ബാങ്ക് ഓഫ് ജപ്പാൻ അല്ലെങ്കിൽ ജാപ്പനീസ് യെന്നിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വരുന്നുണ്ടെന്ന്. സോ ആ ന്യൂസ് വന്നു, പക്ഷെ വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2.1% 2.2% ആയതേ ഉള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ ജാപ്പനീസ് യെന്നിൽ ഭയങ്കരമായ ഒരു വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ എന്നാലും ചെറിയൊരു അപ് ട്രെൻഡ് കാണിക്കുകയും ചെയ്തു. ഓക്കെ, ഇന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ഡേ ആണ്, വേറെ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ നാളെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ 7 മണിക്ക് UK ടൈമിംഗ് 7 മണിക്ക് തന്നെ GDP അനൗൺസ്മെന്റ് വരുന്നുണ്ട്. നമ്മുടെ GBPനെ ഡയറക്ട്ലി എഫക്റ്റ് ചെയ്യുന്ന ന്യൂസാണ്. ഓക്കെ, UK നിന്ന് വരുന്ന ന്യൂസാണ്. അത് ഉറപ്പായിട്ടും മാർക്കറ്റിൽ നല്ല രീതിയിൽ, അതായത് പ്രത്യേകിച്ച് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, GBP USDയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ GBP ബേസ് ചെയ്തിട്ടുള്ള ഏതൊരു പെയർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് 1:30 മണിക്ക് CPIയുടെ ന്യൂസ് ഫ്രം US CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല, കാരണം US ഗവൺമെന്റ് ഷട്ട് ഡൗൺ ആണ്. സോ അത് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. പക്ഷെ വന്നാൽ ഉറപ്പായിട്ടും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ന്യൂസ് വരുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ നോൺ ഫാം പേറോള് പോലും വന്നിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വരാനിരുന്ന നോൺ ഫാം പേറോള് പോലും വന്നിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു ന്യൂസ് വന്നാൽ അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ, നമ്മുടെ പ്രീവിയസ് ആയിട്ടും ഇപ്പോൾ ആക്ച്വൽ ആയിട്ട് വരുന്നതുമായിട്ട് വലിയൊരു വ്യത്യാസം ഉണ്ടായാൽ അത് മാർക്കറ്റിനെ എങ്ങനെ വേണമെങ്കിലും അഫക്റ്റ് ചെയ്യാം. സോ അത് വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. നാളത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് വരുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റിൽ ഓപ്പൺ പൊസിഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. ഓക്കെ, സോ ഇന്ത്യൻ ടൈമിംഗ് ഓൾമോസ്റ്റ് ഒരു 6 മണിക്കൊക്കെ ആയിരിക്കും ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് സെയിം ടൈമിംഗിൽ 1:30 മണിക്ക് തന്നെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം, എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് നാളെയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോകണം. ഞാൻ വീക്കിലെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ചൊവ്വാഴ്ച ഇന്നലെ US അവധിയായിരുന്നു. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഈ ആഴ്ച വരുന്നത് നാളെയാണ്, വ്യാഴാഴ്ചയാണ് വരുന്നത്. വൈകുന്നേരം UK ടൈമിംഗ് 5 മണിക്കാണ് ഈ ന്യൂസ് വരുന്നത്. ഇന്ത്യൻ ടൈമിംഗ് ഓൾമോസ്റ്റ് രാത്രിയൊക്കെ ആവും ആ ഒരു ന്യൂസ് വരുന്ന സമയത്ത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നാളത്തെ ന്യൂസുകൾ. മറ്റന്നാൾ നമുക്ക് റീറ്റെയിൽ സെയിൽസിന്റെ ന്യൂസോട് വരുമ്പോഴത്തേക്കും സംഭവം ബഹുലമാവും. അപ്പം നാളെ വൈകുന്നേരത്തിന് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നാളെ വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിന്ന് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് 4 ദിവസം കിട്ടി. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 4 ദിവസം കിട്ടും. നാളെ നമുക്ക് ഏഷ്യൻ സെഷനിൽ മാത്രം ട്രേഡ് ചെയ്തിട്ട് ട്രേഡുകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ പറയുന്നില്ല ട്രേഡിങ്ങിനകത്ത് നിന്ന് മാറി നിൽക്കണമെന്ന്. പക്ഷേ പ്രത്യേകിച്ച് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സേഫായിട്ട് ഇരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ഗോൾഡ് ഇപ്പോൾ 4130 നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാട്ടം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സോ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ബ്രോക്കർ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ആ ബ്രോക്കറിന്റെ റെഗുലേഷൻ ആണ്. ഓക്കെ, സോ
റെഗുലേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ട്രേഡറിന്റെ റെഗുലേഷനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. സോ നമുക്ക് UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ റെഗുലേഷൻ ഉണ്ട്, അതേപോലെ UK ബേസ് ചെയ്തിട്ടുള്ള FCയുടെ റെഗുലേഷൻ ഉള്ള ബ്രോക്കറാണ്, അതേപോലെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ ഉള്ള ഒരു ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിന്റെ കൂടെ നമുക്ക് $100,000 വരെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UKയിലെ നമ്പർ 1 ബാങ്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു എക്സ്ട്രാ ബോണസ് ആണ്. അതിന്റെ കൂടെ ഡെപ്പോസിറ്റ് ബോണസ്, ഇതാണ് ഏറ്റവും എന്താ പറയുക നമ്മളുടെ ഈ സ്റ്റാർ ട്രേഡറിന്റെ ഏറ്റവും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. കാരണം UK ക്ലയൻസിന് അല്ലെങ്കിൽ യൂറോപ്പ് ക്ലയൻസിന് ഫസ്റ്റ് ഡെപ്പോസിറ്റിന് തന്നെ ആദ്യത്തെ $1,000 100% ബോണസും സബ്സിക്വന്റ് ഡെപ്പോസിറ്റ് എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിന്റെ 20% ബോണസും സബ്സിക്വന്റ് ഡെപ്പോസിറ്റ് അതായത് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കമ്പനി തരികയും ചെയ്യും. ഇന്ത്യൻ ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ $500 50% ബോണസും ബാക്കിയുള്ള എത്രയാണോ ഡെപ്പോസിറ്റ് അതിന്റെ 20% ബോണസും എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കമ്പനി നിങ്ങൾക്ക് തരികയും ചെയ്യും. അത് ഭയങ്കര വലിയൊരു എന്താ പറയാ നല്ലൊരു ബോണസ് സ്കീമാണിത്. ഓക്കെ, സോ ബേസിക്കലി $1,000 ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്താൽ $1,350 ട്രേഡ് ചെയ്യാം. UKയിൽ നിന്ന് $2,000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഓൾമോസ്റ്റ് $3,200 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഈ ഒരു അഡ്വാൻറ്റേജ് ഓൾമോസ്റ്റ് ഡിസംബർ വരെ ഉള്ളൂ. ഓക്കെ, ഡിസംബർ 2025 31st of December 2025 വരെ ഈ ഒരു ബോണസിന്റെ സ്കീം ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്. സോ അതിന് മുന്നേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ബോണസ് സ്ട്രക്ചർ കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ JPY തന്നെ പോകാം. JPY 154.65 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമുക്കറിയാം ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചത് 154 മുകളിലാണ്. കുറേ ദിവസത്തിന് ശേഷം 154 മുകളിലായിട്ട് മാർക്കറ്റ് എല്ലാ ദിവസവും വരുന്നുണ്ട്. 154.4 അവിടെ നിന്ന് എന്തായി റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു അല്ലെ. സോ 154 മുകളിലായിട്ട് ഇന്നലെ അവസാനിക്കുകയും ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റ് സെഷന് 154 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയും അവിടുന്ന് ഒരു പ്രോപ്പറായിട്ടൊരു ഫണ്ടമെന്റൽ വരികയും ചെയ്തു കേട്ടോ. ഫണ്ടമെന്റൽ വന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റലിന്റെ ക്യാൻഡിലാണ് ഒറ്റയടിക്ക് കയറി പോയത്. ഓക്കെ, സോ നമുക്ക് ഉറപ്പിക്കാം, മനസ്സിലായി 154 മുകളിലാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 154. ഓക്കെ, സോ ഞാനിങ്ങനെ പറയാൻ നേരത്തെ ചിലപ്പം ഇത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എന്താ പറയാ ഞാൻ പറയുന്ന എന്താ പറയാ വാല്യൂസിന് ചിലപ്പോൾ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും ചിലപ്പം. ഓക്കെ, സോറി അബൌട്ട് ദാറ്റ്. സോ 154 മുകളിലായിട്ട് ഇനി 154 അവിടെ നമുക്ക് മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ടുള്ള എൻട്രിയാണ് JPYയിൽ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് JPYയിൽ 154 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 153.40 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, സോ നമ്മളുടെ അടുത്ത ടാർജറ്റ് 156 ടാർജറ്റ്. അത് ഇന്ന് തന്നെ എത്തും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇന്ന് തന്നെ എത്താനായിട്ട് ചാൻസ് ഉള്ളത് ഇവിടെ റെസിസ്റ്റ് ചെയ്യും. 154.80 അവിടെ റെസിസ്റ്റ് ചെയ്യും. സോ ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ 154 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 154.80 അവിടെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക. ലോങ്ങർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോങ്ങർ പ്രോഫിറ്റബിൾ ട്രേഡർ ആവണം എന്നുണ്ടെങ്കിൽ 156 ആയിരിക്കണം, അല്ലെങ്കിൽ 155.9080 ഒക്കെ ആയിരിക്കണം നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് എന്ന് എടുത്ത് ഞാൻ ഓർമ്മിപ്പിച്ചു പോവാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസിന്റെ 1:1.5 റേഷ്യോയിലെങ്കിലും മിനിമം നമ്മൾ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ JPY എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ ആഴ്ചയിൽ ഞാൻ നമ്മൾ നേരത്തെയും JPYയിൽ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. 152 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ പലവട്ടവും മാർക്കറ്റ് 154 മുകളിൽ നിന്ന സമയത്തും ഞാൻ 154 അടുത്ത് എടുക്കാറായിട്ടില്ല. പക്ഷെ ഇപ്പം നമുക്ക് എടുക്കാറായിട്ടുണ്ട്. കാരണം ഇനി അത് സപ്പോർട്ട് ചെയ്തോളും. വേറെ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് ടെക്നിക്കൽ ഡേയും കൂടെയാണ് കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ നേരെ നമ്മളുടെ ഇനി അടുത്ത് നമ്മൾ യൂറോയിലോട്ട് പോകുമ്പോൾ യൂറോ 1.1585
1.13 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. യൂറോ നമ്മൾ ഇന്നലെയും 1.1600 മുകളിലായിട്ട് ഒന്നോ രണ്ടോ ചെറിയ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. യൂറോയിലുള്ള ഒരു പ്രോപ്പർ എൻട്രി 1.1500 വരെ വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. 1.1540 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ടൈറ്റ് ആയിട്ട് 1.1480 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കാം എന്നുള്ളതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ അവിടുന്ന് നമുക്ക് 1.1540 അവിടെ നിങ്ങൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ട് മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ബാക്കി 0.5 ലോട്ട് നമുക്ക് 1.1500 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം 1.1480 താഴെ അല്ലെങ്കിൽ 1.1470 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. വൈഡർ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ആൾക്കാരാണെങ്കിൽ 1.1440 താഴെ ആയിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതും. 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റും വെച്ച് പോകണം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.31498 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇന്ന് ഒന്ന് താഴോട്ട് വരികയൊക്കെ ചെയ്തു. ഇന്നലെ നമ്മൾ പറഞ്ഞ റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് 80 to 90 പിപ്പിന്റെ ആക്ച്വലി 80 പിപ്പിന്റെ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു ലോട്ട് ചെയ്യുന്ന ഒരാൾക്ക് $800 പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് GBPയിൽ. അത്രയും വളരെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു എന്ന് ഞാൻ എടുത്ത് പറഞ്ഞതും കൂടെയാണ് അല്ലേ. സോ ഇന്നലെ നമുക്ക് മാർക്കറ്റ് എവിടെ വന്നു? 1.3157. നമ്മൾ 1.3100 പറഞ്ഞത്. മാർക്കറ്റ് ഒരു വരച്ചിട്ട് അവിടെ വരയെടുത്ത് നിൽക്കും എന്നൊന്നും ഒരിക്കലും പറയാനില്ല. ഞാൻ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് 1.3100 എന്ന് പറയുമ്പോൾ 1.3120 ആവാം, 1.3110 ആവാം. അവിടെ നിന്നൊക്കെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ എക്സാക്ട്ലി അവിടെ വന്ന് തട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ടുള്ളത്. സോ ഇന്നും നമുക്ക് ഓൾമോസ്റ്റ് 1.3130 വരെയൊക്കെ നമ്മുടെ ബോഡി വന്നിട്ടുണ്ട്. അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഓൾമോസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റിലാണ്. ഓക്കെ, പക്ഷെ സേഫായിട്ട് പറയുകയാണെങ്കിൽ 1.3110 1.3120 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 1.3040 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. അപ്പൊ ഇന്നലെ GBPയിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അത് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഒരു കാര്യം കൂടെ ആണ്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് 4129 നിൽക്കുന്നു. സോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4100 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ 4100 അവിടെ എടുത്തിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 4100 അവിടെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഐ മീൻ 4080 പ്രോപ്പറായിട്ടുള്ളൊരു ബൈ എൻട്രി ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 4100 എടുത്തിട്ടുള്ള ആൾക്കാർക്ക് 2 വട്ടം അതേ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 4129 ഓൾമോസ്റ്റ് 300 പിപ്പിന്റെ പ്രോഫിറ്റിലാണ് അവർ. ഓക്കെ, സോ ബേസിക്കലി 4145 അടുത്ത റെസിസ്റ്റൻസ്. അതുവരെയെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പ്രോഫിറ്റ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത് ഗോൾഡിന്റെ കാര്യത്തിനകത്ത്. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക, സോ ഇന്ന് നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഓൾറെഡി മാർക്കറ്റ് 4100 വരെ എത്തിയിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു. സോ ഇത് 4130 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം അല്ലേ. സോ രണ്ടാമത് ബ്രേക്ക് ഔട്ട് ആവുമോ? 4145 ബ്രേക്ക് ഔട്ട് ആയി മുകളിൽ പോയാൽ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 1 hour ക്യാൻഡിൽ അതിന്റെ മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ വെയിറ്റ് ചെയ്തിട്ട് അവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം 4145 അവിടെ നിന്ന് നമുക്ക് ബൈ എൻട്രി ചെയ്ത് പോവുകയും ചെയ്യാം ഗോൾഡിൽ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 4100 വരെ എത്തുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് 4100 ഇല്ലെങ്കിൽ 4080 നമുക്ക് ബൈ എൻട്രി എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ 4100 ബൈ ചെയ്യുന്ന ആൾക്കാർക്ക് 4000 ടൈറ്റായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാരാണ് എങ്കിൽ 4080 താഴെയായിട്ട് തന്നെ വെക്കണം. ഇല്ലെങ്കിൽ ഒരു $30 സ്റ്റോപ്പ് ലോസ്. നമ്മൾ എപ്പോഴും പറയാറുള്ള $30 സ്റ്റോപ്പ് ലോസ്, $45 ടേക്ക് പ്രോഫിറ്റ്. 4080 ബൈ ചെയ്യുന്നതെങ്കിൽ അവിടെ $30 വെച്ചോ. $30 സ്റ്റോപ്പ് ലോസ്, $45 ടേക്ക് പ്രോഫിറ്റ്. ഓക്കെ, സോ ഇത് വെച്ച് പോവുക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ
എന്താ പറയുക, നമുക്ക് കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എടുത്ത് എന്നെ മെസ്സേജ് അയയ്ക്കുക. അതേപോലെ തന്നെ കൂടുതൽ ഫീഡ്സുകൾ അറിയാനായിട്ട് മാർക്കറ്റിനെ പറ്റി എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.